നമസ്കാരം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. യുഎഇയിൽ സ്വകാര്യ മേഖലയിലെ വിസ നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കാൻ വർക്ക് ബണ്ടിൽ പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ട യുഎഇ. പുതിയ പദ്ധതിയിലൂടെ 8 സർക്കാർ സേവനങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ദുബായിൽ തുടക്കമായി. സർക്കാർ ഓഫീസുകളിലെ നടപടിക്രമങ്ങൾ സുഗമമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ പ്ലാറ്റ്ഫോം യുഎഇ അവതരിപ്പിച്ചത്. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പദ്ധതിയിലൂടെ 8 സേവനങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കും. മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം, ദുബായ് ഹെൽത്ത്, GDRFA തുടങ്ങിയവയുമായി സഹകരിച്ചാണ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുക. പദ്ധതി നിലവിൽ വരുന്നതോടെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളുടെ എണ്ണം 15-ൽ നിന്ന് 5 കുറയും. ഒപ്പം ഇടപാട് പൂർത്തിയാക്കാനെടുക്കുന്ന സമയം 30 ദിവസത്തിൽ നിന്ന് 5 ദിവസമായി കുറയുമെന്നും അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ പെർമിറ്റ്, റെസിഡൻസി വിസ അനുവദിക്കുക, പുതുക്കുക, റദ്ദാക്കുക, മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധന, തിരിച്ചറിയൽ കാർഡിനായി വിരലടയാളം എടുക്കുക തുടങ്ങിയ സേവനങ്ങളാണ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുക. The main purpose of this bundle is to provide to the business owner a unified experience. Instead of visiting and going through multiple services from federal, local and private entities, they can apply through the work bundle and get all the services they need to employ an employee and complete all the different services in one single platform. പദ്ധതിയുടെ ആദ്യഘട്ടം ദുബായിൽ നടപ്പാക്കിയെന്ന് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ GDRFA അധികൃതർ വ്യക്തമാക്കി. ക്രമേണ മറ്റ് എമിറേറ്റുകളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. 24 ദുബായ്. ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള കുവൈറ്റ് പൗരന്മാരുടെ താൽപര്യവും ആവശ്യവും വർദ്ധിച്ചു വരുന്നതായി കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സൊയ്ക്ക. 2023 കുവൈറ്റ് പൗരന്മാർക്ക് 8000-ലധികം മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസകൾ നൽകിയിട്ടുണ്ടെന്നും ഭാവിയിൽ വർധനവുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം, ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ലഭ്യത എന്നിവയെല്ലാം സംയോജിത ടൂറിസം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ആദർ സൊയ്ക്ക കൂട്ടിച്ചേർത്തു. കുവൈറ്റ് അവന്യൂസ് മാളിൽ എക്സ്പ്ലോർ, എക്സ്പീരിയൻസ് ആൻഡ് എൻജോയ് അമേസിംഗ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച എക്സിബിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ആദർ സൊയ്ക്ക. സാമുദായിക ഇഴയടുപ്പത്തിന്റെ സന്ദേശവുമായി മുക്രി വിത്ത് ചാമുണ്ഡി ഡോക്യുമെന്ററി ദോഹയിൽ പ്രദർശിപ്പിച്ചു. മാപ്പിളത്തയ്യം പ്രമേയമാക്കി മാധ്യമപ്രവർത്തകൻ അഷ്റഫ് തൂണേരി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ ഗൾഫിലെ ആദ്യ പ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. തെയ്യമെന്ന അനുഷ്ഠാനം ഉത്തര മലബാറിൽ രൂപപ്പെടുത്തിയ ജനകീയ നവോത്ഥാനത്തെ പരിചയപ്പെടുത്തുകയും സൗഹാർദ്ദത്തിന്റെ സാംസ്കാരികമായ പ്രാധാന്യം അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഡോക്യുമെന്ററി വിവിധ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള സാങ്കേതിക തികവോടെയാണ് പ്രേക്ഷകരിലേക്കെത്തിയത്. ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു. ഡോക്യുമെന്ററിയുടെ ഗൾഫിലെ ആദ്യ പ്രദർശനത്തിന് വലിയ പ്രേക്ഷക പ്രശംസയാണ് ലഭിച്ചത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൽ ഹമീദ്, മാധ്യമപ്രവർത്തകൻ മുജീബ് റഹ്മാൻ കരിയാടൻ എന്നിവരാണ് തിരക്കഥ ഒരുക്കിയത്. വടക്കേ മലബാറിലെ മാപ്പിളത്തയ്യം പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആദ്യ ഇംഗ്ലീഷ് ഡോക്യുമെന്ററിയാണ് മുക്രി വിത്ത് ചാമുണ്ഡി, ദി സാഗ ഓഫ് ഹാർമണി ഇൻ തെയ്യം ആർട്ട്. സമകാലിക ഇന്ത്യയിൽ സാംസ്കാരികമായ ഇടപെടലാണ് തന്റെ ഡോക്യുമെന്ററിയെന്നും മുക്രി വിത്ത് ചാമുണ്ഡിക്ക് ലഭിച്ച സ്വീകാര്യത കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുവെന്നും സംവിധായകൻ അഷ്റഫ് തൂണേരി പറഞ്ഞു. സത്യത്തിൽ ഏറ്റവും റൂട്ടഡ് ആയിട്ടുള്ള അടിസ്ഥാന വർഗം ആയിട്ടുള്ള എല്ലാ മനുഷ്യരും അവരുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും, എന്തിനധികം അവരുടെ ആരാധനാലയങ്ങളിൽ പോലും പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമായിട്ടാണ് ഈ മുക്രിയും ചാമുണ്ഡിയും എന്ന ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. അതൊരു വാർത്താ ശകലത്തിൽ നിന്നാണ് ഈ ഡോക്യുമെൻ്ററിയിലേക്ക് എത്തുന്നത്. ദീർഘനാളത്തെ അന്വേഷണവും അതിൻ്റെ ഒരു പരിസമാപ്തിയുമായിരുന്നു ആ ഡോക്യുമെൻ്ററി. ICC മുംബൈ ഹാളിൽ പ്രേക്ഷക ബാഹുല്യത്താൽ 2 തവണയാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ ഡോക്യുമെന്ററി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രദർശനശേഷം നടന്ന ചടങ്ങിൽ IMF പ്രസിഡന്റ് ഫൈസൽ ഹംസ അധ്യക്ഷനായിരുന്നു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICC പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ, ഡോക്യുമെന്ററിക്ക് ശബ്ദം നൽകിയ ഡേവിഡ് കൂപ്പർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഇന്ത്യൻ മീഡിയ ഫോറം അംഗങ്ങൾ സംവിധായകൻ അഷ്റഫ് തൂണേരിക്ക് സ്നേഹോപഹാരം കൈമാറി. ഡോക്ടർ അബ്ദുൽ സമദ്, JK മേനോൻ, സംവിധായകൻ അഷ്റഫ് തൂണേരി എന്നിവർ ചേർന്നാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത്. അൻവർ പാലേരി, 24 ദോഹ. യുഎഇയിലും സാന്നിധ്യം അറിയിച്ച റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രമുഖ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ദുബായിലെ ആദ്യ ആഡംബര ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിയായ കോൺഫിഡന്റ് ലാൻകാസ്റ്ററിന്റെ താക്കോൽദാന ചടങ്ങ് ദുബായിൽ നടന്നു. റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചാണ് ആഡംബര ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിയായ കോൺഫിഡന്റ് ലാൻകാസ്റ്ററിന്റെ ആദ്യ താക്കോൽ കൈമാറിയത്.
ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ CJ റോയിയുടെ സാന്നിധ്യത്തിൽ ദുബായ് ഡിവിഷൻ മേധാവി രോഹിത് റോയ്, എഞ്ചിനീയർ വലീദ് സലാഹ എന്നിവരാണ് കോൺഫിഡന്റ് ലാൻകാസ്റ്ററിന്റെ നിർമ്മാണം പൂർത്തിയായതായി പ്രഖ്യാപിച്ചത്. UAയിലെ പ്രശസ്ത എഞ്ചിനീയർ വലീദ് സലാഹയുടെ നേതൃത്വത്തിലുള്ള വിഷൻ കൺസ്ട്രക്ഷൻസിന്റെ പങ്കാളിത്തത്തോടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. എമറാത്തി പൗരനാണ് അപ്പാർട്ട്മെന്റിന്റെ ആദ്യ താക്കോൽ ഏറ്റുവാങ്ങിയത്. സ്റ്റുഡിയോ, 1 ബെഡ്റൂം, 2 ബെഡ്റൂം എന്നിങ്ങനെ വ്യത്യസ്ത നിലവാരത്തിലും സൗകര്യത്തിലും 81 ബ്രാൻഡഡ് അപ്പാർട്ട്മെന്റുകളാണ് കോൺഫിഡന്റ് ലാൻകാസ്റ്ററിലുള്ളത്. ഉപഭോക്താക്കൾക്ക് ഉന്നത നിലവാരമുള്ള താമസം ഉറപ്പാക്കുന്നതാണ് കോൺഫിഡന്റ് ലാൻകാസ്റ്റർ എന്ന് ഡോക്ടർ റോയ് പറഞ്ഞു. ദുബായിൽ 3 പുതിയ പദ്ധതികൾ കൂടി ഗ്രൂപ്പ് ഉടൻ പ്രഖ്യാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഉദ്ഘാടനത്തിന് മുൻപ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 70% അപ്പാർട്ട്മെന്റുകളും വിറ്റുപോയതായും ഗ്രൂപ്പ് വെളിപ്പെടുത്തി. 24 ദുബായ്. ABC കാർഗോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് FC സൂപ്പർ കപ്പ് സീസൺ 2 നയൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ പ്രവാസി സോക്കർ സ്പോർട്ടിംഗ് ജേതാക്കളായി. ബ്ലാസ്റ്റേഴ്സ് FCയാണ് പരാജയപ്പെടുത്തിയത്. റിയാദ് അൽമുദവ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ. ABC കാർഗോ മാനേജിംഗ് ഡയറക്ടർ സലീം പുതിയോട്ടിയിൽ വിജയികൾക്ക് സൂപ്പർ കപ്പ് ട്രോഫി സമ്മാനിച്ചു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സൗത്ത് ഇന്ത്യൻ കളിക്കാരെ മാത്രം പങ്കെടുപ്പിച്ച് EDPC കൂട്ടായ്മ സംഘടിപ്പിച്ച ഗാലക്സ് SIPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ അളിയൻ JK സ്ട്രൈക്കേഴ്സ് ജേതാക്കളായി. 15 റൺസിന് മാക്സ് ക്മയാണ് പരാജയപ്പെടുത്തിയത്. സുധീറിന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് ബൈജു അഞ്ചൽ, രാജേഷ് കായംകുളം എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്ററും മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് കുവൈറ്റും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സെൻട്രൽ ബ്ലഡ് ബാങ്ക് ജാബ്രയിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 45 അംഗങ്ങൾ രക്തം ദാനം ചെയ്തു. BDK കുവൈറ്റ് കൺവീനർ രാജൻ തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് കുവൈത്ത് അഡ്മിൻമാരായ അമ്പിളി ശശിധരൻ, അമീറ ഹവാസ് എന്നിവർ സംസാരിച്ചു. ഖത്തറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് 7 വയസ്സുകാരി മരിച്ചു. കോഴിക്കോട് അരീക്കാട് നല്ലളം സ്വദേശി വലിയപറമ്പിൽ സിറാജിന്റെയും ശബനിയുടെയും രണ്ടാമത്തെ മകളായ ജന്ന ജമീലയാണ് മരിച്ചത്. താമസ സ്ഥലത്തെ കോമ്പൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. വക്ര പോഡാർ സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മൃതദേഹം സംസ്കരിച്ചു. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനായുള്ള മത്സരത്തിൽ നിന്ന് മുൻ US അംബാസഡർ നിക്കി ഹെയ്ലി പിന്മാറിയതോടെ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകും. ഇതോടെ ജോ ബൈഡൻ ട്രംപ് മത്സരത്തിന് അരങ്ങൊരുക്കുകയാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒടുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ടിക്കറ്റിനായുള്ള മത്സരത്തിൽ നിന്ന് ഇന്ത്യൻ വംശജയായ നിക്കി ഹെയ്ലി പിന്മാറിയിരിക്കുകയാണ്. പിന്മാറുന്ന വിവരം അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നിക്കി ഹെയ്ലി തന്നെയാണ് എല്ലാവരോടും, തന്റെ അനുയായികളോടും മാധ്യമപ്രവർത്തകരോടും ഒക്കെ പറഞ്ഞത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്നില്ല നിക്കി ഹെയ്ലി. എന്നാൽ മറ്റൊരു തരത്തിൽ ഒരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. നിക്കി ഹെയ്ലി പറയുന്നത് ഡൊണാൾഡ് ട്രംപിന് സാധ്യമാകുകയാണെങ്കിൽ തന്റെ അനുയായികളെയും കൂടെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കട്ടെ എന്നാണ്. ബൈഡൻ നിക്കി ഹെയ്ലിക്ക് ഫേവറായിട്ടുള്ള ഒരു കമന്റാണ് പറഞ്ഞിരിക്കുന്നത്. നിക്കി ഹെയ്ലി സത്യം മാത്രം സംസാരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. നിക്കി ഹെയ്ലിക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ധാരാളം വാക്കാലുള്ള ആക്രമണമൊക്കെ ഡൊണാൾഡ് ട്രംപിൽ നിന്ന് നേരിടേണ്ടി വന്നു. എന്നിരുന്നാൽ തന്നെ ഇന്നലെ 15 സംസ്ഥാനങ്ങളിൽ സൂപ്പർ ട്യൂസ്ഡേയിലെ ഫലങ്ങൾ വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മേധാവിത്വമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും കാണാൻ സാധിച്ചത്. വെർമണ്ട് എന്ന സംസ്ഥാനത്ത് മാത്രമാണ് നിക്കി ഹെയ്ലിക്ക് മുന്നേറുവാൻ സാധിച്ചത്. ഏതാണ്ട് 1000-ൽ പരം ഡെലിഗേറ്റുകളുടെ പിന്തുണ ഡൊണാൾഡ് ട്രംപ് ഉറപ്പാക്കി കഴിഞ്ഞു. 1215 പേരുടെ പിന്തുണ മാത്രമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ടിക്കറ്റിന് വേണ്ടിയത്. 86 പേരുടെ പിന്തുണ മാത്രം ലഭിച്ച നിക്കി ഹെയ്ലിയുടെ പിന്മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവസാനം വരെയും ഒരു ശക്തമായ ഒരു പോരാട്ടം നൽകി എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിക്കി ഹെയ്ലി അമേരിക്കയുടെ 2024 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത്. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക്. നാളെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും. BJPയിലേക്ക് ഇല്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റും പത്മജ പിൻവലിച്ചു. നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. നിതിൻ, ഈ FB പോസ്റ്റ് പിൻവലിച്ചതിലൂടെ BJPയിലേക്കെന്ന റിപ്പോർട്ടുകൾ ഉറപ്പിക്കുകയാണോ പത്മജ വേണുഗോപാൽ? ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. നിതിൻ. അരുണിമ, കഴിഞ്ഞ 2 ദിവസമായി തന്നെ പത്മജ വേണുഗോപാൽ ഡൽഹിയിലുണ്ട്. BJP ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് BJP പ്രവേശനം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. നാളെ രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും.
കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണിത്. സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയുണ്ട്. ഇന്ന് രാവിലെ തന്നെ BJP-യിലേക്ക് പോകുന്ന ഒരു അഭ്യൂഹം ഉണ്ടായെങ്കിൽ പോലും അത് നിഷേധിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ വൈകിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ അധികം വൈകാതെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പത്മജ പിന്നീട് ഡിലീറ്റ് ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം നാളെ രാവിലെ 11 മണിയോടുകൂടി തന്നെ BJP-യിലേക്ക് ചേരും എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ മറ്റു കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് എന്തായാലും പത്മജ കടക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ BJP കഴിഞ്ഞ ഏതാനും നാളുകളായി സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം BJP-യിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകളെ ഇപ്പോൾ BJP-യിലേക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നത്. നാളെ ഔദ്യോഗികമായി തന്നെ BJP പ്രവേശനം ഉണ്ടാകും. നമുക്കറിയാം പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ K. മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനം തന്നെയാണത്. നമുക്കറിയാം 2004 മുകുന്ദപുരത്തും അതോടൊപ്പം തന്നെ പിന്നീട് തൃശ്ശൂരിലും പത്മജ വേണുഗോപാൽ മത്സരിച്ചിരുന്നു. പക്ഷേ ഇവിടെയെല്ലാം തന്നെ കനത്ത തോൽവി പത്മജ നേരിട്ടു. പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഈ തോൽവിക്ക് പിന്നാലെ പത്മജ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് കോൺഗ്രസിനും അത്ര സജീവമായിരുന്നില്ല പത്മജ വേണുഗോപാൽ. പക്ഷേ രാജ്യസഭാ സീറ്റ് അടക്കം ഒരുപക്ഷെ പരിഗണിക്കുമെന്ന പേരുകൾ ഉയർന്നെങ്കിലും ഇപ്പോൾ ലീഗിനാണ് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി അപകടം നേരിടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പത്മജ BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിയോട് തന്നെ BJP പ്രവേശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പത്മജയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJP-യിൽ ചേരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നാളെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും. BJP-യിലേക്കില്ലെന്ന FB പോസ്റ്റും പത്മജ പിൻവലിച്ചിരുന്നു. മറ്റു വാർത്തയിലേക്കാണ്. വന്യജീവി സംഘർഷം സംസ്ഥാനം നേരിടുന്ന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പ്രതിരോധ നടപടികളിൽ വനം വകുപ്പിനൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാഗമാകും. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിക്കും. മുഖ്യമന്ത്രി അധ്യക്ഷനായാണ് സംസ്ഥാനതല സമിതി. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ നിലവിലുള്ള നിയമക്കുരുക്കുകൾ മറികടക്കാനാകുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. വന്യമൃഗാക്രമണങ്ങളിൽ തുടർച്ചയായ ആളുകൾ കൊല്ലപ്പെട്ടതോടെ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പിന്നാലെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ വകുപ്പായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാകും വന്യജീവി ആക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾ. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനായ മന്ത്രിതല സമിതിയിൽ വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിമാരും ഉണ്ടാകും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായാണ് ഉദ്യോഗസ്ഥ സമിതി. ജില്ലാ സമിതിയിൽ ജില്ലാ ചുമതലയുള്ള മന്ത്രിയും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും DFOയും മെഡിക്കൽ ഓഫീസറും ഉണ്ടാകും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. നഷ്ടപരിഹാരത്തുക വേഗത്തിൽ നൽകാൻ വനം മേധാവിക്ക് ചുമതല നൽകും. ഇതിനുള്ള ചെലവിനെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായി. വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ നിരീക്ഷണത്തിന് വനം വകുപ്പ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറക്കണം. നിരന്തര സംഘർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കും. നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ജീവനക്കാരെയും ഉപകരണങ്ങളും കൊടുത്ത് ശക്തിപ്പെടുത്തും. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ചേരാനും മന്ത്രിസഭ തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച അബ്രഹാമിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് CCF പുറത്തിറക്കിയ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറും അബ്രഹാമിന്റെ ബന്ധുക്കളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ബന്ധുക്കൾക്ക് നാളെ തന്നെ 10 ലക്ഷം രൂപ നൽകുമെന്ന് കളക്ടർ അറിയിച്ചു. 50 ലക്ഷം രൂപയും കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും നൽകാനുള്ള ശുപാർശ സർക്കാരിന് കൈമാറും. കക്കയത്ത് കാട്ടുപോത്തിറങ്ങുന്ന 2.5 ഏക്കറിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ നാളെ ആരംഭിക്കും. കോഴിക്കോട് MP MK രാഘവൻ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങിയവരും കളക്ടറുടെ വസതിയിൽ വെച്ച് ചേർന്ന ചർച്ചയിൽ പങ്കെടുത്തു. നാളെ വൈകിട്ട് 3 മണിയോടെ കക്കയം പള്ളിയിലാണ് അബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ ഏറെക്കുറെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നാളെ 10 lakhs നാളെ കൈമാറും. 50 ലക്ഷം ആവശ്യവും ഒരു ജോലിയും അത് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു കലക്ടർ. അതുകൂടാതെ നാളെ ഫെൻസിങ് ആരംഭിക്കും. 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ മൊത്തം 28 കിലോമീറ്ററാണ് വരുന്നത്. 26 അപ്പോൾ 2.5 കിലോമീറ്റർ നാളെ ഈ ഫെൻസിങ് ആരംഭിക്കും. അപ്പോൾ തുടർന്ന് അതുപോലെ നേരത്തെ ആവശ്യപ്പെട്ട പോലെ വെടിവെക്കാനുള്ള ഓർഡറും നൽകിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഉന്നയിക്കപ്പെട്ട ഏറെക്കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാളെ രാവിലെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ആരംഭിക്കും 8 മണിക്ക്.
നാളെ 3 മണിക്കാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്യൂണറൽ 3 മണിക്കാണ് കക്കയത്ത് വെച്ച്. സംസ്ഥാന സർക്കാരിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റമീജിയോ സിഞ്ചനാനയിൽ രംഗത്തെത്തി. വന്യജീവി ആക്രമണത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഏറ്റെടുക്കും. ഇനി മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ ഞങ്ങൾ തന്നെ വെടിവെക്കുമെന്നും മാർ റമീജിയോ സിഞ്ചനാനയിൽ പറഞ്ഞു. ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. അത് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊള്ളാം. ഇതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ ഞങ്ങൾക്കത് നൽകിയില്ലെങ്കിൽ ഒരു ദിവസം പ്രഖ്യാപിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഇറങ്ങി ഞങ്ങൾ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇനി ഒരു ദുരന്തം ഇതുകൂടി ആവർത്തിച്ചാൽ ഇവിടുത്തെ ഈ മലമ്പ്രദേശത്തെ ഭരണം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് ഉറക്കെ ഞങ്ങൾ പറയുകയാണ്. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കി രൂപത. നിഷ്ക്രിയമായ ഭരണകൂടമാണ് നാട്ടിലുള്ളത്. ഭരണകൂടം പ്രതിഷേധക്കാരെ അടിച്ചമർത്തുകയും കള്ളക്കേസെടുക്കുകയും ചെയ്യുന്നു. വനം മന്ത്രി രാജിവെച്ച് മര്യാദ കാണിക്കണം. ആവശ്യമെങ്കിൽ കർഷകർക്കൊപ്പം സമരരംഗത്തിറങ്ങുമെന്നും മുന്നറിയിപ്പ്. നിഷ്ക്രിയമായ ഒരു ഭരണകൂടമാണ് നാട്ടിലുള്ളത് എന്നത് വന്യമൃഗ അക്രമത്തെക്കാട്ടിലും ഭീതിജനകമാണ്. കാട് വിട്ട് നാട്ടിലിറങ്ങിയ വന്യമൃഗങ്ങളെ വിരട്ടി ഓടിച്ച് കാട്ടിൽ കയറ്റേണ്ട വനപാലകർ അതിന് കഴിയാതെ വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് പൊറുതുപൊട്ടി ഭയചകിതരായി നിലവിളിച്ച് തെരുവിലിറങ്ങുന്ന ജനത്തെ മനുഷ്യത്വമില്ലാതെ അടിച്ചമർത്തുകയും ആക്രമിക്കുകയും കേസെടുക്കുകയും ചെയ്യുന്നത് ഏറെ ഖേദകരമാണ്. അങ്ങ് കൈകാര്യം ചെയ്യുന്ന ഈ വകുപ്പിനെ വേണ്ടത്ര പക്വതയോടുകൂടി നിയന്ത്രിക്കാൻ, ആളുകളുടെ ആശങ്കകൾ തിരിച്ചറിയാൻ അങ്ങയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ദൗത്യം ഉപേക്ഷിച്ച് രാജിവെച്ച് പുറത്തു പോവുകയാണ് നല്ലത്. എറണാകുളം പിറവത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് 3 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കൊൽക്കത്ത സ്വദേശികളായ 3 പേരാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കെട്ടിടത്തിന് സമീപം മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണാണ് കൊൽക്കത്ത സ്വദേശികളായ ഗൗർ, സുബ്രതോ, സുകുമാർ എന്നിവർ കുടുങ്ങിയത്. ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ തെരച്ചിൽ നടത്തിയെങ്കിലും മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനായില്ല. തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മണ്ണ് നീക്കം ചെയ്ത് നടത്തിയ തെരച്ചിലിലാണ് 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. കെട്ടിട നിർമ്മാണത്തിന് ലൈസൻസ് നൽകിയിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഫ്രണ്ടിലേക്കുള്ള കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടത്താൻ പാടില്ല. നിലവിൽ ഈ പുറകിലത്തെ ഈ മണ്ണിരിക്കുന്ന അത്തരം സ്ഥലം കൺസ്ട്രക്ഷൻ നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം ഫ്രണ്ട് പണിയാവുള്ളൂ എന്നുള്ള ധാരണ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും കീപ്പ് ചെയ്തേ ചെയ്യാവുള്ളൂ. അവർക്ക് വഴിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, സ്ഥലത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതി, വഴി ഇനി ഇടിയാത്ത രീതി ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ സ്ഥലത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 കൊച്ചി. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി കേരളം പുറത്തിറക്കുന്ന ശബരി കെ റൈസിന്റെ വിതരണം ഈ മാസം 12-ന് ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. ജയ, കുറുവ, മട്ട എന്നീ അരികളാണ് കെ റൈസിലൂടെ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുക. മസ്റ്ററിംഗ് കാരണമാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടതെന്നും ഈ മാസം 10 വരെ മസ്റ്ററിംഗ് നിർത്തിവച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ സപ്ലൈകോ സബ്സിഡി നിരക്കിൽ അനുവദിക്കുന്നത് 10 കിലോ അരിയാണ്. ഈ 10 കിലോയിൽ നിന്നാണ് 5 കിലോ കെ റൈസ് സർക്കാർ വിതരണം ചെയ്യാനൊരുങ്ങുന്നത്. 29 രൂപയ്ക്ക് ജയ അരിയും 30 രൂപയ്ക്ക് കുറുവ അരിയും മട്ട അരിയും വിതരണം ചെയ്യും. 5 കിലോ പാക്കറ്റായാണ് വിതരണം. ഏതെങ്കിലും ഒരിനം അരി പ്രതിമാസം 5 കിലോ വീതം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വാങ്ങിക്കാം. 10 കിലോ സപ്ലൈകോയിലൂടെ നമ്മൾ സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്നു. അതിൽ 5 കിലോ ഈ ഉച്ചഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിയായ ശബരി കെ റൈസ് ജയ, ശബരി കെ റൈസ് കുറുവ, ശബരി കെ റൈസ് മട്ട, ഈ ഇനത്തിൽപ്പെട്ട അരി 5 കിലോ പാക്കറ്റ് കൊടുക്കും. 5 കിലോ പച്ചരി നേരത്തെ ഉണ്ടായിരുന്ന 26 രൂപ നിരക്കിലുള്ള അരി അത് നമുക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി റേഷൻ വിതരണം മുടങ്ങിയതോടെ മസ്റ്ററിംഗ് നടപടികൾ തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി മന്ത്രി അറിയിച്ചു. ഈ മാസം 10 വരെ മസ്റ്ററിംഗ് നടക്കില്ല. 15, 16, 17 തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപമുള്ള പൊതുസ്ഥലങ്ങളിൽ വെച്ച് മസ്റ്ററിംഗ് നടത്തും. ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം നടക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. 10/3/2024 മുമ്പായി പ്രസ്തുത സാങ്കേതിക തടസ്സം പരിഹരിക്കാമെന്നാണ് യോഗത്തിൽ പങ്കെടുത്ത ഏജൻസികളുടെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും എന്നെ അറിയിച്ചത്. അടുത്തയാഴ്ച തന്നെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സബ്സിഡി സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു. 24 തിരുവനന്തപുരം. ഷിയാസിനെ വിടാതെ പോലീസ്.
കോതമംഗലത്തെ പ്രതിഷേധത്തിൽ പോലീസ് എടുത്ത മുഴുവൻ കേസുകളിലും കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം. ആദ്യന്ത്യം നാടകീയമായ സംഭവവികാസങ്ങൾക്കൊടുവിലാണ് മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും അടക്കം ജാമ്യം ലഭിച്ചത്. ജാമ്യത്തിനായി മജിസ്ട്രേറ്റ് കോടതി മുതൽ ഹൈക്കോടതി വരെ ഒറ്റ ദിവസം നിയമയുദ്ധം നടന്നു. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആശുപത്രിയിലെ സംഘർഷം, പ്രതിഷേധ മാർച്ച്, ക്രമസമാധാന പ്രശ്നങ്ങൾ, മൃതദേഹത്തോടുള്ള അനാദരവ് എന്നിവയിലെടുത്ത 2 കേസുകളിലായിരുന്നു ആദ്യം വാദം കേട്ടത്. പോലീസിന്റെ എതിർപ്പും കസ്റ്റഡി ആവശ്യവും തള്ളി കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം. പിന്നാലെ മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെ പോലീസിന്റെ അപ്രതീക്ഷിത നീക്കം. പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിൽ സംഘർഷം. പോലീസിനെ തള്ളിമാറ്റി മുഹമ്മദ് ഷിയാസ് കോടതി മുറിയിൽ. തുടർന്ന് പോലീസും കോൺഗ്രസ് നേതാക്കളും കോടതി വളപ്പിൽ മുഖാമുഖം. വൈകിട്ട് 4:30 ഹൈക്കോടതിയിൽ നിന്ന് 3ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം. പക്ഷേ പോലീസ് വിടാനൊരുക്കമായിരുന്നില്ല. ഡിവൈഎസ്പിയെ ആക്രമിച്ചെന്ന അടുത്ത കേസെത്തി. പിന്നാലെ കോടതിയിൽ കീഴടങ്ങിയ ഷിയാസ് വീണ്ടും ജാമ്യാപേക്ഷ നൽകി. കാത്തിരിപ്പിനൊടുവിൽ പോലീസിന് കനത്ത തിരിച്ചടിയായി 4ാം കേസിലും ജാമ്യം. 8.5 മണിക്കൂർ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ തോൽവി സമ്മതിച്ച് പോലീസും മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പിരിഞ്ഞു. ഇതിനിടെ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടനും കോതമംഗലം പോലീസ് വീണ്ടും നോട്ടീസ് അയച്ചു. 24 കൊച്ചി. ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.